ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് KFC ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തൊലിയില്ലാത്ത ചിക്കനും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഈ ചിക്കനൊന്ന് ബട്ടർ മിൽക്കിൽ മുക്കി വെക്കണം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും മുക്കി വെക്കണം. അപ്പം അതിന് മുന്നേ എല്ലാ ചിക്കനും ഫോർക്കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ആ ബട്ടർ മിൽക്കൊക്കെ ഒന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മിൽക്ക് ബട്ടർ മിൽക്ക് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഈ ബട്ടർ മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിൽക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 4 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള പൗഡർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനൊന്ന് ആദ്യം എടുത്തിട്ട് പൗഡറിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ഒരു കോട്ടിങ് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കോട്ടിങ് കൊടുക്കാനായിട്ട്. ഇത് ജസ്റ്റ് കുടഞ്ഞിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് രണ്ട് ഭാഗവും ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ തീ കൂട്ടി വെക്കുന്ന സമയത്ത് പുറമെ കരിഞ്ഞു പോകും, പക്ഷേ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ KFC ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.